നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പഴയ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾ കുറേ കാലം ഈ അബ്ദുൽ കലാം സാറിൻ്റെ ഡ്രൈവറായിട്ട് പോയേ ഉള്ളൂ. അതിനുശേഷം അവിടുന്ന് പോയതിന് ശേഷം അദ്ദേഹം പോയി ഡോക്ടറേറ്റ് എടുത്തു. എൻ്റെ റീസൺ എന്താണ്? ആ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ നടന്ന സമയത്ത് ഇങ്ങേരുടെ സോഫ്റ്റ്വെയർ ചേഞ്ചായി. ആ സോഫ്റ്റ്വെയറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്നതിലുള്ള സോഫ്റ്റ്വെയറാണ്. അല്ലാതെ നമ്മൾ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് വേണം. അതിൻ്റെ അർത്ഥം സോഫ്റ്റ്വെയർ മാറ്റാതുള്ള ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വെറും നമ്മളെന്താ പറയുന്നത്, നമ്മൾ പാറ പൊട്ടിക്കലാണ്. ഒന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല ലോകത്ത് ആൾക്കാർ അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നത്, തിങ്കിങ് ലെവലാണ്. ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ പെപ്സി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയോ? പെപ്സി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായത് അന്ന് സോഡ ഫാക്ടറികൾ ധാരാളം ഉണ്ടായിരുന്നൊരു കാലമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ സോഡ ഫാക്ടറികളുണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ. അതൊന്നും ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. വട്ട് സോഡയാണ് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെ വട്ട് സോഡ ഉണ്ടായിരുന്നു. ആ വട്ട് സോഡ ഉണ്ടാക്കിയിട്ട് ഈ സൈക്കിളിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ട് വരുന്നത്. നിങ്ങൾ ചിലപ്പം ഒരു 40-45 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. സൈക്കിളിൻ്റെ പുറകിൽ നിരത്തി വെച്ചിട്ട് സൈക്കിളും പടപടയെന്ന് ഒച്ചയും കേട്ടുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ സോഡ ആൾക്കാർ കാശ് കൊടുത്ത് മേടിച്ച് കുടിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ പെപ്സിയുടെ ഓണർ ആ കാലത്ത് ഇത് കാണുന്നത്. വളരെ സാധാരണക്കാരാണ്. ഇതുപോലെ തന്നെ ഒരു സോഡ ഫാക്ടറി തുടങ്ങാനുള്ള റേഞ്ച് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ തിങ്കിങ്ങിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ചത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ഒരു സാധനമാണ്. ഒരിക്കലും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് കൊടുക്കുന്നൊരു സാധനമല്ല, ശരീരം പുറന്തള്ളുന്നൊരു സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം കാർബണേറ്റഡ് ആയിട്ടുള്ള ഒരു കളറും ഇല്ലല്ലോ. സോഡ എന്ന് പറഞ്ഞാൽ വെള്ള കളർ തന്നെയാണ്, വെള്ളത്തിൻ്റെ തന്നെയാണ്. വെള്ളം പോലെ തന്നെ ഇരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം, ഒരു ലിക്വിഡ്, ഒരു വെള്ളം ആൾക്കാർ കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു കളർ ആഡ് ടേസ്റ്റും ആഡ് ചെയ്താൽ അതിന് 10 ഇരട്ടി വിലയ്ക്ക് കൊടുക്കാം എന്ന് ചിന്തിച്ച ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചതിനകത്തുനിന്നാണ് പെപ്സി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാകുന്നത്. ഈ പെപ്സി ഉണ്ടാകുന്ന അങ്ങനെയാണ്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് പോകുന്ന, നമ്മൾ സാധാരണ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാൻ പറ്റുന്നവരാണ്. അതിനെയാണ് വിഷണറി എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് തുടങ്ങുന്നതും എൻ്റർപ്രണർ ആകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഒരു ബേക്കറി ഉണ്ടല്ലേ, അപ്പുറം ഒരു പലചരക്കടയുണ്ടോ, അവന് നല്ല കച്ചവടം ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കൊണ്ട് അതിനേക്കാളും വലിയൊരു കടയിടുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അതെല്ലാം ബിസിനസ് എന്നാണ് പറയുക. അവനൊന്നും എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയാറില്ല. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ആശയം, ആ ആശയത്തിൽ നമ്മൾ അത് നാളെ വലുതാക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൻ്റെ പുറകിൽ നിന്ന് അതിനെ വളർത്തിയെടുക്കുന്നവരെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യത്തില്ല. അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളവരെ ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചിറ്റപ്പള്ളി സാറ്. ഇവരൊക്കെ ഇല്ലാത്ത സാധനത്തിൻ്റെ പുറകിലാണ് ബിൽഡ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ള സാധനത്തിൻ്റെ പുറകിൽ മറ്റുള്ളവൻ തുടങ്ങിയതിൻ്റെ മുമ്പിൽ പോയി അതേ സാധനം, അല്ലെങ്കിൽ വേറെ മിക്കവാറും എംപ്ലോയീസും എന്താണ് സാധാരണ ചെയ്യാറ്? എംപ്ലോയീസ് സാധാരണ നിന്ന് കഴിഞ്ഞാൽ പല എംപ്ലോയീസും ചിന്തിക്കാറുള്ളത്, ഞാൻ പോയാൽ ഇവർ ജീവിക്കുന്ന കാണണമല്ലോ. മലയാളികളാണ് പ്രത്യേകിച്ച് ഉറപ്പായിട്ടും. ഞാൻ പോയാൽ ഇവർ കമ്പനി എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് കാണാമല്ലോ എന്ന് ചിന്തിക്കുന്ന എംപ്ലോയീസിനെ നമ്മൾ ഒത്തിരി കാണാറുണ്ട്. ഞാൻ പോയാൽ ഞാനെങ്ങനെ ജീവിക്കുന്നു പലരും ചിന്തിക്കാറില്ല. ഞാൻ പോയാൽ ഇവരെങ്ങനെ ജീവിക്കുക, ഇവർ പൊട്ടുന്ന എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ അവരുടെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സാധനം കൊണ്ട് കൊടുത്തിട്ട് അവരെ പൊട്ടിക്കുക. ഇങ്ങനത്തെ നെഗറ്റീവ് എനർജിയൊക്കെയാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് പോയി ഇതുപോലെ തന്നെ വേറൊരു ബിസിനസ്, നമ്മളൊരു സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എത്ര എംപ്ലോയീസ് പോയി സ്വന്തമായിട്ട് വേറെ ബിസിനസ് ചെയ്യാറുണ്ടെന്നറിയോ? ആരാ ചെയ്യാറുള്ളത്? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി മാത്രമേ പുറത്തുപോയി വേറെ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. റീസൺ എന്താണ്? എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പാണ്.